പരിശുദ്ധ പരമമായ ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു ദിവ്യകാരുണ്യമായി നമ്മുടെ ഭവനങ്ങളിലേക്ക്, നാം ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഈശോ കടന്നു വരിക. ഈശോ കടന്നു വരുന്ന സ്ഥലം അവൻ്റെ പരിശുദ്ധിയും അവൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുക. അവൻ്റെ കൃപകളും ദാനങ്ങളും അനുഗ്രഹങ്ങളാലും അവൻ നമ്മെ നിറയ്ക്കുക. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ഏറ്റവും പരിശുദ്ധിയോടെ, വിശുദ്ധിയോടെ, ഹൃദയ സമർപ്പണത്തോടെ നമുക്ക് പങ്കെടുക്കാം. ഈശോയെ സ്വീകരിക്കുവാൻ നമുക്കിപ്പോൾ ഏറ്റവും ആദരവോടെ മുട്ടിന്മേൽ നിന്ന് ഈശോയെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം ആലപിച്ച് കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക്, നാം ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം സ്വീകരിക്കാം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരുവാനിരിക്കുന്നവനായവൻ, ആദ്യനും അന്ത്യനുമായ കർത്താവ്, ആൽഫയും ഒമേഗയുമായ ദൈവം, ആദ്യത്തേനും അന്ത്യനുമായ കർത്താവ്, ഇതാ നമ്മുടെ അടുക്കിലേക്ക് മഹത്വത്തോടെ ഇറങ്ങി വരിക. നമുക്ക് അവനെ ഹൃദയപൂർവ്വം ആരാധിക്കാം. യേശുവാദിനും അന്ത്യനുമേ, സർവസൃഷ്ടാവും കർത്താവുമേ. യേശുവാദിനും അന്ത്യനുമേ, സർവസൃഷ്ടാവും കർത്താവുമേ. നിന്നിൽ ഞാൻ ഉളവായല്ലോ, നിന്നിൽ ഞാൻ ഉളവായല്ലോ. ചേർന്ന് പാടാം. യേശുവാദിനും അന്ത്യനുമേ, ദിവ്യകാരുണ്യത്തെ നോക്കി സൃഷ്ടാവും കർത്താവുമേ. നിന്റെ ദൈവത്തെ കൺമുമ്പിൽ കണ്ട് യേശുവാദിനും അന്ത്യനുമേ, ശിവേ സർവസൃഷ്ടാവും കർത്താവുമേ. നിന്നിൽ ഞാൻ ഉളവായല്ലോ, ശിരസ് നമിച്ച് ആദരപൂർവ്വം അവനൊന്ന് വണങ്ങി. ഞാനുളവായല്ലോ. ഉന്നതനേ, ആരാധ്യനേ, പരിശുദ്ധനേ, ആരാധന. ചേർന്ന് പാടാം. ഉന്നതനേ, ആരാധ്യനേ, പരിശുദ്ധനേ, ആരാധന. ഉന്നതനേശുവിനാരാധന, ഉന്നതനേശുവിനാരാധന. രണ്ട് കരങ്ങളും ഒന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? ഇതാ ഉന്നതനായ ദൈവം, പരമപരിശുദ്ധനായ കർത്താവ്, ആദ്യനും അന്ത്യനുമായവൻ, ആൽഫയും ഒമേഗയുമായവൻ, ആദ്യത്തേലും ഒടുവിലത്തേനുമായവൻ, വരാനിരിക്കുന്നവനുമായ ഏക കർത്താവ്, തന്റെ അത്ഭുതകരമായ സാന്നിധ്യമോടെ ഇതാ നമ്മുടെ അടുക്കലേക്ക് അവൻ കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലേക്ക് അവൻ കടന്നു വന്നിരിക്കുന്നു. ആ കർത്താവിനെ അധരം തുറന്ന് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ച് ആരാധിക്കാമോ? എന്റെ ദൈവമേ, എന്റെ കർത്താവേ, പരമപരിശുദ്ധനേ, ആരാധന. ദിവ്യകാരുണ്യനാഥ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്റെ സ്നേഹമേ, നിനക്ക് നന്ദി. ഓ കർത്താവേ, ആരാധന. യേശു മരണത്തെ ജയിച്ചവനാ, അതെ, യേശു ഉയിർത്തെഴുന്നേറ്റവനാ. ചേർന്ന് പാടാം. യേശു മരണത്തെ ജയിച്ചവനാ, അവൻ നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനാ. ഉയർത്തെഴുന്നേറ്റവനാ. അവനിൽ ഞാൻ ഉളവായല്ലോ,
അവനിൽ ഞാൻ ഉളവായല്ലോ. കരമുയർത്തി ഒന്ന് ചേർന്ന് പാടിക്കേ. ഉന്നതനേ, ആരാധ്യനേ, ഓ പരിശുദ്ധനേ, ആരാധന. ജീവനും ജീവിതവും സമർപ്പിച്ച് ശിവേ, ആരാധ്യനേ, ശിവേ, പരിശുദ്ധനേ, ശിവേ, ആരാധന. ഉന്നതനേ, എന്റെ ദൈവം, ആരാധ്യനേ, പരിശുദ്ധനേ, ആരാധന. ഉന്നതനേ, ആരാധ്യനേ, ആരാധ്യനെ, ഓ പരിശുദ്ധനേ, പരിശുദ്ധ, ആരാധന. ഒരിക്കൽ കൂടി ഉന്നതനേ, ശിവേ, ആരാധന. ആരാധന, ആരാധന. ചേർന്ന് പാടി ആരാധിക്കാം. ആരാധന, ഓ, ആരാധന. ആമേൻ. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ, ഉന്നതനായ ദൈവമേ, ആദിനും അന്ത്യനുമായ കർത്താവേ, സർവശക്തനായ ദൈവമേ, വീണ്ടും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ മഹത്വത്തോടെ ഇറങ്ങി വരുന്ന ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വണങ്ങട്ടെയോ. നിന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു. ശിവേ, ആരാധന, ആരാധന. ആരാധ്യനേ, പരിശുദ്ധനേ, ആരാധന. ഈശോയെ നോക്കിയൊന്ന് പാടാമോ? ഉന്നതനേ, ആരാധ്യനേ, പരിശുദ്ധനെ, പരിശുദ്ധനേ, ആരാധന. ഉന്നതനേ, ആരാധ്യനേ, പരിശുദ്ധനേ, ആരാധന. ആരാധ്യനാഥന് ആരാധന. ഹൃദയപൂർവ്വം ഈശോയെ ആരാധിക്കുക. ആരാധന. സർവശക്തനായ ദൈവത്തെ ആരാധിക്കുക. ആരാധനാഥന് ആരാധന. ഹൃദയപൂർവ്വം ഈശോയെ, ഈശോയെ, ഈശോയെ. ഓക്കെ, ഈശോയുടെ കാര്യങ്ങൾ നിങ്ങൾ എവിടെയാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്കൊന്നിച്ച് സ്നേഹത്തോടെ ത്രിയേക ദൈവത്തെ ആരാധിക്കാം. ആരാധനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നു. നാം ആയിരിക്കുന്ന കുടുംബത്തിൽ, നാം ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും ഒരു കുടുംബത്തിലാണെങ്കിൽ സാധിക്കുമെങ്കിൽ കുടുംബാംഗങ്ങളായിട്ട് ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് കർത്താവെ, എൻ്റെ കുടുംബത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവികാര സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്കൊന്നേർന്ന് ഈശോയെ എന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നിനക്ക് നന്ദി പറയുന്നു. ആരാധന കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ നന്ദി പറയുന്നു കർത്താവേ, നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ത്രിയേക ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. അവാപിതാവേ വാഴ്ത്തുന്നു. കർത്താവേ നന്ദി പറയുന്നു. നമുക്ക് ഈശോനാഥ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുമ്പിൽ അണച്ച് നാം ആയിരിക്കുന്ന കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അനുഭവപ്പെടുന്ന ശാരീരികവും മാനസികവും ആത്മീയവുമായ പ്രത്യേകിച്ച് ഈ ഇപ്പോൾ അനുഭവിക്കുന്ന പകർച്ചവ്യാധിയുടെ കാലഘട്ടം എല്ലാ ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളെല്ലാം ദീപികാല സന്നിധിയിൽ സമർപ്പിച്ച്
ഈരടി പാടി കൈകൂപ്പി പിടിക്കാം, കൂപ്പിടിച്ച് കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ നമുക്ക് ദൈവപിതാവിനെ ആരാധിക്കാം. അവൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞവരെല്ലാം അവന് വേണ്ടി അവൻ്റെ മഹത്വത്തിനായിട്ട് ജീവിച്ചു. സമരക്കാർ സ്ത്രീയോ പത്രോസ്ലിഹായോ അല്ലെങ്കിൽ സാവൂളൊന്നും ദൈവത്തെ വിളിച്ചതല്ല, ദൈവം അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. ഇതാ ഈ ദിവ്യകാല സന്നിധിയിൽ നിൻ്റെ ഭവനത്തിലേക്ക്, നീ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് സർവശക്തനായ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. അവനെ നമുക്കൊന്നിച്ച് ആരാധിക്കാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലണച്ചു കുമ്പിടുന്നു. വീണ്ടും നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം. നമ്മുടെ മുമ്പിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തേണ്ട പരിശുദ്ധാത്മാവാണ്. എന്തുകൊണ്ട് അതിന് പകരം എന്തിനു വേണ്ടി എന്ന് ചോദിക്കുന്നത് മനസ്സ് ലഭിക്കുവാൻ, അതുവഴി ആത്മീയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ നേരിടുവാനുള്ള കൃപയ്ക്കായിട്ട് നമ്മുടെ മുമ്പിലുള്ള എല്ലാ ചോദ്യങ്ങളെയും എന്തുകൊണ്ട് എന്ന് മാറ്റിയിട്ട് എന്തിനു വേണ്ടി എന്ന് സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരനാഥന് മുമ്പിൽ റൂഹായെ ത്രിയേക ദൈവത്തെ ആരാധിക്കാം. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. അവൻ്റെ സന്നിധിയിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. നിങ്ങൾ എവിടെയാണെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് സാധിക്കുമെങ്കിൽ കൈകളൊക്കെ തോട് ചേർത്ത് പിടിക്കാം. എന്നിട്ട് ഈശോയുടെ മുഖത്തേക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ഈശോയുടെ കൈകളിലേക്കാണ് നോക്കുന്നത്. ഈ ആരാധനയിൽ എനിക്ക് എന്ത് തരും? അതെ, ഈശോയുടെ കൈയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രോഗശാന്തിയുണ്ട്, ആന്തരിക സൗഖ്യമുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള ധൈര്യം എല്ലാം ഉണ്ട്. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ഈശോയുടെ മുഖത്തേക്ക് നോക്കാതെ കയ്യിലുള്ളത് വാങ്ങി നമ്മുടെ ആ ജീവിതത്തിലേക്ക് പോകുന്നു. ഇന്ന് നമുക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാം. അവനെ നോക്കിയവർ പ്രകാശിതരായി. നമ്മുടെ ജീവിതം പ്രകാശം കൊണ്ട് നിറയട്ടെ. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. മാത്യു ബദർ നേരത്തെ ക്ലാസ് എടുത്തപ്പോൾ പങ്കുവെച്ച് പറഞ്ഞു,
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭയത്തിൻ്റെ വ്യധ്യാനം കൂടി. ഭയമായിട്ട് മാറുന്നില്ല. എന്നാൽ ജീവിതയാത്രയിൽ ഈശോ അദ്ദേഹത്തിന് വചനം വായിക്കാൻ താല്പര്യം കൊടുത്തു. വചനം വായിച്ചപ്പോൾ ദൈവം ഒരു വചനം കിട്ടി. അത് നിൻ്റെ വലതു കൈ ഞാൻ ഇതാ പിടിച്ചിരിക്കുന്നു. ആ വചനം അദ്ദേഹത്തിൻ്റെ മേൽ മാംസം ധരിച്ചു. അദ്ദേഹം ധൈര്യശാലിയായി ഇന്ന് യേശുവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ മുമ്പിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി. ഈശോയോട് ഇതുപോലെ വചനം കേട്ടുവാൻ ഞാൻ ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞു, കുഞ്ഞിനെക്കുറിച്ചുള്ള വ്യക്തിപരമായ വിഷമങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ ഈശോ എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് മുമ്പിൽ അവിടുന്ന് ഒരു വചനം തന്നു, സുവിശേഷത്തിൻ്റെ പുരോഗതിക്കാണെന്ന്. അതിലേക്ക് ശ്രദ്ധ തിരിച്ചപ്പോൾ സമാധാനമായി, സന്തോഷമായി ആ കുഞ്ഞിന് വേണ്ടി, ആ കുഞ്ഞുങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് വേണ്ടി ഗ്രേസ് ബഡ്സ് എന്നൊരു മിനിസ്ട്രി തുടങ്ങുവാൻ ഇടയാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന് മുമ്പിൽ ഒരു വചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെ മുമ്പിൽ പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് മാറാത്ത ചില പ്രശ്നങ്ങളുണ്ടായിരിക്കാം. എന്തും ആയിക്കൊള്ളട്ടെ, ഈശോ നിങ്ങൾക്ക് ഈരടി പാടി പ്രാർത്ഥിക്കുമ്പോൾ വചനം വായിക്കാനുള്ള വലിയൊരു താല്പര്യം നിങ്ങൾക്ക് തരും. ആ വചനത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന് ഉത്തരമായൊരു വചനം തരും, അഭിഷേകം കിട്ടും. ആ അഭിഷേകത്തോടു കൂടി നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ആ വചനത്തിന് വേണ്ടി ഈശോയുടെ മുമ്പിൽ ഹൃദയം തുറന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. എന്നെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ. എന്നെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ. അതോടൊപ്പം ഈശോയുടെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈശോ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിൽ നിൽക്കാനല്ല, സമരക്കാർ സ്ത്രീക്ക് വ്യക്തിപരമായ ദൈവാനുഭവം തന്നു. അത് ആ ദേശത്തിന് വേണ്ടിയായിരുന്നു. സാവൂളിന് ദൈവം വ്യക്തിപരമായ അനുഭവം കൊടുത്തു. അത് വിജാതിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. പത്രോസ് ശ്ലീഹായിക്ക് അവൻ ചോദിക്കാതെ തന്നെ അവന് സമൃദ്ധമായിട്ടും അനുഗ്രഹം കൊടുത്തു. രണ്ടു വള്ളം നിറയുവോളം മത്സ്യം കൊടുത്തു. അവരെല്ലാം ഈ 3 പേരും അനുഗ്രഹങ്ങൾ സ്വീകരിച്ചപ്പോൾ അവരാരും പിന്നീട് യേശുവിൻ്റെ കയ്യിലേക്കല്ല നോക്കിയത്, അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവർ ദേശത്തിന് അനുഗ്രഹമായി. സമരക്കാർ സ്ത്രീ അനേക യേശുവിലേക്ക് കൊണ്ടുവന്നു. പത്രോസ് ശ്ലീഹ വള്ളവും വലയും ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അതോടൊപ്പം സാവൂൾ ജീവിതം തനിക്ക് നേട്ടമായതല്ല, ലാഭകരമായതല്ല, ഉച്ഛിഷ്ടമായി കരുതിക്കൊണ്ട് കർത്താവിൻ്റെ വയലിലേക്ക് വന്നു. ഇതേപോലെ കർത്താവെ, നീ എന്നോട് സംസാരിക്കണമേ. എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, എനിക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്ത്, എനിക്ക് ലഭിച്ചിരിക്കുന്ന ആരോഗ്യം, എനിക്ക് ലഭിച്ച രോഗശാന്തിയല്ല, എന്തിനു വേണ്ടിയാണോ അതിനുവേണ്ടി മാറ്റപ്പെടാൻ പരിശുദ്ധാത്മാവെ എന്നോട് സംസാരിക്കണമേ, വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എന്നെ ഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ദാവീദ് താൻ ചെയ്തു പോയ പാപത്തെയോ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പാപക്ഷമ ലഭിക്കുന്ന സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ അങ്ങയുടെ രക്ഷയെ പ്രകീർത്തിക്കും, അങ്ങയുടെ വചനം ഞാൻ പഠിപ്പിക്കും. അല്ല, ഓരോ പാപക്ഷമ ലഭിക്കുന്ന എല്ലാ വ്യക്തികളും നീ പാപക്ഷമ ലഭിച്ച് നിൻ്റെ ജീവിതം സമാധാനമാക്കാനല്ല,
ആ നീ അനുഭവിച്ച സ്നേഹവും സമാധാനവും നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ പങ്കുവെക്കുവാൻ. കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്നു സൗഖ്യം നേടി. അവനോട് ഈശോ പറഞ്ഞു, നീ പുരോഹിതന്മാർ കാഴ്ച കൊടുക്കുക, പുരോഹിതന്മാരെ കാണിച്ചു കൊടുക്കുക. അത് ആ ദേശത്തോടുള്ള സുവിശേഷ പ്രവർത്തനം നടത്തുക. ഇവിടെ നമുക്ക് ഈശോയെ സമർപ്പിക്കാം. ആ പിശാച് ബാധയുള്ള വ്യക്തി ഈശോയുടെ സൗഖ്യം ലഭിച്ചപ്പോൾ അവൻ യേശുവിൻ്റെ പിന്നാലെ പോകാൻ ശ്രമിച്ചു. ഈശോ പറഞ്ഞല്ല, നീ നിൻ്റെ ഗ്രാമത്തിൽ, നിൻ്റെ ചാർച്ചക്കാരുടെ ഇടയിൽ, നിൻ്റെ കുടുംബത്തിൽ നിൽക്കുക. കാരണം നിന്നെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും അവരെല്ലാം എന്നെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ സ്വീകരിക്കാൻ ഇടവരട്ടെ. ഇവിടെ സമർപ്പിക്കാം. അതോ ലാസർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വന്നു. പിന്നീട് വചനം പറയുന്നു, അവൻ യേശുവിൻ്റെ കൂടെ മാത്രമാണ് നിന്നത്. യേശു എവിടെയെല്ലാം ഉണ്ട്, അവിടെ ലാസറുണ്ട്. ഈശോടുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുവാൻ, ദൈവാനുഗ്രഹങ്ങളിൽ എൻ്റെ ജീവൻ നിന്ന് പോകാതെ അതിനപ്പുറമുള്ള ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് പോകുവാൻ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളെല്ലാം ഈശോയെ സമർപ്പിക്കാം. ഞാൻ ശരിക്കും എൻ്റെ യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? യേശുവിനെ പങ്കുവെക്കുന്നുണ്ടോ? അതോ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് എന്നെ കൊണ്ടുവന്നു ഇപ്പോഴും ഞാൻ ലോകത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്ന വ്യക്തിയാണോ? ഈശോയെ സമർപ്പിക്കാം. ഒരു പക്ഷേ നിങ്ങൾ വിദേശത്തായിരിക്കാം. നിന്നെ അവിടെ കൊണ്ടുപോയത് എന്തിനു വേണ്ടിയാണെന്ന് ഈശോയോട് ചോദിക്കാം. ഈശോയെ എന്നോട് സംസാരിക്കണമേ, പ്രാർത്ഥിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിച്ചു. 6-ാം അധ്യായത്തിൽ ദേവാലയത്തിൽ വെച്ച് അദ്ദേഹത്തിന് വലിയൊരു ആത്മീയ ദർശനം ഉണ്ടാകുന്നു. ആത്മീയമായ ശബ്ദം കേൾക്കുന്നു. വലിയ കോരിത്തെരിപ്പ്, ശക്തമായ പഞ്ചേന്ദ്രിയങ്ങൾ അനുഭവം ഉണ്ടാകുന്നു. അദ്ദേഹം ആഴമായ അനുതാപം ലഭിക്കുന്നു. തുടർന്ന് അദ്ദേഹത്തിന് സ്വർഗത്തിൽ നിന്ന് തീക്കട്ട മാലാഖമാരെടുത്ത് നാവിൽ വെച്ച് പരിപൂർണ അഭിഷേകത്തിലേക്ക് നയിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു ചോദ്യം കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് എനിക്കായി പോകുക? അപ്പോൾ യേശയ്യാ ഉത്തരം പറഞ്ഞു, ഞാൻ പോകാം, ഇതാ ഞാൻ പോകാം. പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മളിൽ പലരും ദൈവാനുഭവം കിട്ടുന്നു, ശക്തമായ അനുതാപം ലഭിക്കുന്നു, അഭിഷേകം ലഭിക്കുന്നു. നമ്മൾ ദേവാലയത്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു. യേശയ്യാ ദേവാലയത്തിൽ നിന്ന് ദൈവഹിതം തിരിച്ചറിഞ്ഞപ്പോൾ പുറത്തേക്കിറങ്ങി ഈശോ പോകാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് യാത്രയായി. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വായിക്കുന്നു, യേശു താൻ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ 2 പേരായ ശിഷ്യന്മാരെ അയച്ചു. താൻ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം. ഈശോയെ, ഞങ്ങൾ ദേവാലയത്തിനുള്ളിൽ തന്നെ ഇരിക്കാതെ ദൈവം കാണിച്ചു തരുന്ന, അല്ല ഈശോ പോകാനാകുന്ന സ്ഥലങ്ങളിലേക്ക് ജീവൻ സമർപ്പിക്കുവാൻ, ഇറങ്ങിപ്പുറപ്പെടുവാൻ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏകാന്തത അനുഭവിക്കുന്നവർ, നിരാശയ്ക്ക് അടിമപ്പെട്ടവർ, അങ്ങനെയുള്ള വ്യക്തികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരിലേക്ക് ക്രിസ്തുവിലേക്ക് നയിച്ച്, കർത്താവേ അങ്ങയുടെ രാജ്യം വിസ്തൃതമാക്കുവാൻ കൃപ നൽകണമേ, അതിന് അഭിഷേകം തരണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. ചേർന്ന് പാടാം. കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുമെങ്കിൽ കൈകൾ 2 സരസിൽ വെക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് സ്ലീഹന്മാർ മാളികമ്പുറത്ത് പുറത്തിറങ്ങി യേശുവിനെ മഹത്വപ്പെടുത്തി അവരുടെ ജീവിതം ധന്യമായി. ആ സമയത്തുണ്ടായ എല്ലാ പ്രതിസന്ധികളെയും എല്ലാത്തിനെയും നേരിടുവാൻ സാധിച്ചു.
മരണത്തിന് മുമ്പിൽ പോലും അവരിന്ന് മരണത്തെ പോലും പുഞ്ചിരിയോടെ സ്വീകരിച്ച് ഈ ഒരു അഭിഷേകം ലഭിച്ച് ഈ കാലഘട്ടത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇടവരുവാൻ ഒന്നേർന്ന് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ പരിശുദ്ധാത്മാവേ സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. തുറന്ന് കൈകൾക്കത്തോട് ചേർത്ത് പിടിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളായിരിക്കേണ്ടങ്ങളിൽ എല്ലാ മേഖലയിലും ശാരീരികവും മാനസികവും ആത്മീയമായ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് തിരുസഭയിലൂടെ ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യ അഭിഷേകം ഉപയോഗിച്ച് നിങ്ങളുടെ മേലുള്ള എല്ലാ കെട്ടുകളും അഴിച്ച് സ്വതന്ത്രമാകുവാൻ സൗഖ്യം ലഭിക്കുവാൻ പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായി നമ്മൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ വിഷമങ്ങളുണ്ട്. നമ്മുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളുണ്ട്. പകർച്ചവ്യാധി മൂലവും മറ്റ് രോഗങ്ങൾ മൂലവും വിഷമിക്കുന്ന അനേകം വ്യക്തികളും കുടുംബങ്ങളുമുണ്ട്. ഒരുപാട് പേര് ഹോസ്പിറ്റലുകളിൽ കഴിയുന്നു. ഓരോരുത്തരെ പേര് മറ്റ് സംരക്ഷണ കേന്ദ്രങ്ങളിലൊക്കെ കഴിയുന്നു. അവരുടെ കുടുംബാംഗങ്ങളും അവരും അവരെ ശുശ്രൂഷിക്കുന്നവരുമൊക്കെ വേദനകളിലൂടെ കടന്നു പോകുന്നു. കർത്താവേ, അങ്ങനെയുള്ള എല്ലാവരെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അതോടൊപ്പം ശലോമിലേക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ച് കത്തുകൾ അയച്ച സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ എലീശായുടെ അടുത്ത് ഒരു പാവപ്പെട്ട വിധവ വന്നത് ഞങ്ങൾ ഓർക്കുകയാണ്. കടക്കാർ ശല്യപ്പെടുത്തുന്നു. പണം കൊടുക്കാനില്ലെങ്കിൽ എൻ്റെ ശരീരം വേണമെന്ന് അവർ പറയുന്നു. എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചാണ് എലീശായുടെ അടുത്ത് ആ പ്രിയപ്പെട്ട സഹോദരി വന്നത്. കർത്താവേ, എലീശാ പ്രവാചകനിലൂടെ അവിടുന്ന് ആ കുടുംബത്തിലേക്ക് രക്ഷയായി കടന്നു ചെന്നു. ഇതുപോലെ കർത്താവേ, ഒരു രക്ഷ പ്രതീക്ഷിച്ചാണ്, ഒരു പ്രശ്നത്തിന് പരിഹാരം തേടിക്കൊണ്ടാണ് അനേകർ ശലോമിലേക്ക് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ളത്. കർത്താവെ, അവരെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ കണ്ണുനീരിനെ സമർപ്പിക്കുന്നു. നെടുവീർപ്പുകളെ സമർപ്പിക്കുന്നു. കർത്താവെ, നിയോഗങ്ങൾ എന്തെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയത്തില്ല. എന്നാൽ ആ നിയോഗങ്ങൾ ഏതെന്ന് അവിടത്തേക്ക് അറിയാം. കർത്താവെ, നിയോഗങ്ങളെ അവിടെ നേറ്റെടുക്കണമേ. അവരുടെ സങ്കടങ്ങളെ അവിടെ നേറ്റെടുക്കണമേ. ആ സങ്കടത്തിൻ്റെ കാരണങ്ങളിലേക്ക് അവിടെ നിന്ന് കടന്നു വരണമേ. രോഗികളായിരിക്കുന്നവരിലേക്ക് അവിടെ നിന്ന് കടന്നു വരണമേ. മനസ്സ് തകർന്നവരിലേക്ക് അവിടെ നിന്ന് കടന്നു വരണമേ. നിരാശയ്ക്ക് അടിമപ്പെട്ടവരിലേക്ക് അവിടെ നിന്ന് കടന്നു വരണമേ. സാമ്പത്തികമായി ഞെരുക്കത്തിലായിരിക്കുന്നവരിലേക്ക് അവിടെ നിന്ന് കടന്നു ചെല്ലണമേ. കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അവിടെ നിന്ന് കടന്നു ചെല്ലണമേ. ബാങ്ക് പലിശ കയറി കടം വീട്ടാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നവരുടെ അവിടെ നിന്ന് കടന്നു ചെല്ലണമേ. വിവിധങ്ങളായ ടെൻഷൻ കാരണം അനേക കാലമായിട്ട് ഉറങ്ങാൻ പറ്റാതെ കഷ്ടപ്പെടുന്നവരിലേക്ക് അവിടെ നിന്ന് കടന്നു ചെല്ലണമേ.
വിവാഹം നടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് അവിടുന്ന് കടന്നു ചെല്ലണമേ. പഠിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു ചെല്ലണമേ. നാനാതരത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നതിലേക്ക് അവിടുന്ന് കടന്നു ചെല്ലണമേ. കർത്താവേ, ദാവീദ് ബലിയർപ്പിച്ചപ്പോൾ അവിടുന്ന് പകർച്ചവ്യാധി പിൻവലിച്ചതുപോലെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മഹാമാരിയെ നീ പിൻവലിക്കണമേ, അതിനെ നീ നിർവീര്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രോഗം മൂലം കഷ്ടപ്പെടുന്ന സർവ്വ മനുഷ്യർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രോഗം മൂലം മരിച്ചുപോയവരുടെ ആത്മാക്കളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ രോഗി ശുശ്രൂഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന പോലീസ് പോലെയുള്ള ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഗവൺമെന്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതോടൊപ്പം വിവിധങ്ങളായ ശാരീരിക രോഗങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോരുത്തരുടെയും ദുർഗം തല മുതൽ ഉള്ളംകാല വരെയുള്ള ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അനേകരുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. അവിടുന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. കർത്താവിനെ ആരോടൊക്കെ അങ്ങനെ പറഞ്ഞുവോ, നീ ആരുടെയൊക്കെ തലയിൽ കൈവച്ചുവോ, അവർക്കെല്ലാം സൗഖ്യം കിട്ടിയല്ലോ കർത്താവേ, അവർക്കെല്ലാം സൗഖ്യം കിട്ടിയല്ലോ കർത്താവേ. കർത്താവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, നിന്റെ ആ സുഖപ്പെടുത്തുന്ന കരം ഈ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരുടെ തലയിൽ നീ ഇപ്പോൾ വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വചനങ്ങൾ ഇവർക്ക് വേണ്ടി നീ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, എല്ലാ രോഗികളുടെ മേലും കരം വെച്ചുകൊണ്ട് നീ ഒന്ന് പറയണമേ, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. ഓ പിതാവായ ദൈവമേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ നാസറായനായ യേശുവിന്റെ നാമത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ശരീര രോഗങ്ങളും മാനസികമായ മുറിവുകളും കാരണം വിഷമിക്കുന്ന വേദനിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും ഈ നിമിഷങ്ങളിൽ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ രോഗശാന്തികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ കാരണങ്ങൾ യേശു നാമത്തിൽ അവരുടെ ശരീരങ്ങളെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിന്റെ മുറിവുകൾ യേശു നാമത്തിൽ സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധികളും കുടുംബത്തിലെ വഴക്കുകളും എല്ലാം യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരെയോ ഇവരുടെ ഭവനങ്ങളെയോ വസ്തുവകളെയോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചുക്കളെയും അവിടുത്തെ നാമത്തിൽ ഞാനിപ്പോൾ പൗരോഹിത്യ അധികാരത്തോടുകൂടി ബന്ധിച്ച് അവിടുത്തെ കുരിശിൻ ചുവട്ടിലേക്ക് അയക്കുന്നു. തിന്മയുടെ സകല സ്വാധീനങ്ങളിലും ദുഷ്ടാരിയുടെ സകല ബന്ധനങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും അവരെല്ലാവരും വിമോചിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന്, നീ രക്ഷിക്കുന്ന ദൈവമാണെന്ന്, നീ സുഖപ്പെടുന്ന ദൈവമാണെന്ന് കർത്താവേ, അനുഭവത്തിലൂടെ ഞങ്ങളെ ഇപ്പോൾ ബോധ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഇപ്പോൾ ബോധ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കർത്താവേ, നിമിഷങ്ങളിൽ ഹൃദയമുയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. അവരുടെ കണ്ണുനീര് കാണണമേ. അവരുടെ നെടുവീർപ്പിന്റെ കാതുകളിൽ എത്തട്ടെ. കർത്താവേ, സ്വർഗത്തിന്റെ സമ്മന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി ഓരോരുത്തർക്കും ആവശ്യമായ ആത്മീകവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നൽകണമേ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സൗഖ്യങ്ങളാലും വിടുതലാലും ഇവിടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, സൗഖ്യം യേശുവേ നന്ദി. യേശുവിൻ നാമത്തിൽ സൗഖ്യം. ഓ കർത്താവേ, നിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. സൗഖ്യം, സൗഖ്യം. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ അതെ, നസറായനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ
യേശുവിൻ നാമത്തിൽ വിടുതൽ രോഗങ്ങളിൽ നിന്ന് വിടുതൽ, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, സാമ്പത്തിക തകർച്ചകളിൽ നിന്ന്, കടബാധ്യതയിൽ നിന്ന്, വെറുപ്പിലെ വിദ്വേഷത്തിൽ നിന്ന്, കുടുംബ കലഹങ്ങളിൽ നിന്ന് യേശുനാമത്തിൽ വിടുതലുണ്ടാകട്ടെ, യേശുനാമത്തിൽ വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. യേശുവേ യേശുവേ യേശുവിന്റെ കർത്താവേ നന്ദി. കർത്താവേ നമുക്ക് തുടർന്ന് ഈശോയുടെ സന്നിധിയിൽ ദൈവം നമുക്ക് ദാനമായ കുഞ്ഞുങ്ങളെ എല്ലാം സമർപ്പിക്കാം. 127 സംഘം 3-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരപര സമ്മാനവും. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഈ കാലഘട്ടത്തിൽ കുട്ടികൾ മുഴുവൻ സമയവും നമ്മുടെ കുടുംബത്തിലാണ്. അവർ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഓൺലൈനിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു. നമുക്ക് ഈ സമയത്ത് കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒത്തിരി അസ്വസ്ഥതകളുണ്ട്. കുഞ്ഞുങ്ങളെ വേണ്ടവണ്ണം സഹായിക്കാൻ പറ്റുന്നില്ല. കുട്ടികൾക്കും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. വീട്ടിൽ തന്നെ മുഴുവൻ സമയം ആയിരിക്കേണ്ടതുകൊണ്ട് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, പാർക്കിൽ പോകാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഈശോയോട് സമർപ്പിക്കാം. പഠിക്കാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ പോകാതെ നിങ്ങൾ കൂട്ടുകാരുണ്ടായിരുന്നു, വർത്തമാനമുണ്ട്, കളിയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കുടുംബത്തിൽ തന്നെ ആയിരുന്നോണ്ട് ഏകാന്തത അനുഭവപ്പെടുന്നു, ഒരുപക്ഷെ നിരാശയ്ക്ക് അടിമപ്പെടുന്നു. അതിൽ നിന്ന് മാറാൻ വേണ്ടി കമ്പ്യൂട്ടർ ഗെയിമിലേക്ക് നിങ്ങൾ പോകുന്നു. അത് മനസ്സിലാക്കാതെ മാതാപിതാക്കൾ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ വിഷമം വരുന്നു. അവരുടെ വിഷമങ്ങളെല്ലാം ഈശോയിൽ സമർപ്പിക്കാം. മാതാപിതാക്കളെ, മക്കളെ ഓർത്തുള്ള വിഷമങ്ങൾ ഇന്നലെ വരെയും നമ്മൾ പറഞ്ഞതിലും വിപരീതമായി പറയുന്നു. പഠിക്കാൻ മുഴുവൻ സമയം കൂടി ഇരുന്നുകൊണ്ട് കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ദേഷ്യപ്പെട്ടു പോകുന്നു, വഴക്കടിക്കുന്നു, ഒരുപക്ഷെ നമ്മൾ തല്ലിപ്പോകുന്നു, നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നു. സങ്കടങ്ങളെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലും +2-ലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെ സംബന്ധിച്ചുള്ള ഈ വർഷം എങ്ങനെ ആയിത്തീരുമെന്ന് അറിയത്തില്ല. വേണ്ടത്ര സിലബസ് കവർ ചെയ്യാത്തതുകൊണ്ട് ഒരുപക്ഷെ അവർക്ക് മുന്നോട്ടുള്ള പഠനത്തെ ബാധിക്കുമെന്ന് പേടി കാണും. അവളെല്ലാം വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെവിടെയാണെങ്കിലും സാധിക്കുമെങ്കിൽ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് അനുഗ്രഹിച്ച്, കഥാവെ ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം വിശുദ്ധീകരിക്കപ്പെടുവാനും പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുവാനും ആഗ്രഹിക്കാം. കഥാവെ, ഒരു ജ്ഞാനത്തിൻ്റെ അഭിഷേകം നൽകി. ഞങ്ങൾ ഒരു ഇതുവരെയും ഫേസ് ചെയ്യാത്ത പ്രോബ്ലമാണല്ലോ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നത്. പകർച്ചവ്യാധി കാരണം എങ്ങോട്ടും കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാൻ പറ്റുന്നില്ല. മുഴുവൻ സമയം വീട്ടിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കഥാവെ, ഈ പരസ്പരം മനസ്സിലാക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഒരുമിച്ച് ഇതിനെ നേരിടുവാൻ ഒരു പുത്തൻ അഭിഷേകം തരണമേ. കഥാവെ, ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് തടസ്സം വരാതെ അങ്ങ് തന്നെ ഇടപെട്ട് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ജ്ഞാനം കൊടുക്കണമേ, ബുദ്ധി കൊടുക്കണമേ, അറിവ് കൊടുക്കണമേ. കഥാവെ, ഓൺലൈനിലൂടെ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കാനുള്ള അഭിഷേകം മക്കൾക്ക് ലഭിക്കട്ടെ. ആ ഓൺലൈൻ ഉപയോഗിക്കുമ്പോൾ മറ്റശുദ്ധിയിലേക്ക് പോകാതെ വിശുദ്ധിയിൽ നിൽക്കാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നാമത്തിൽ അനുഗ്രഹിക്കട്ടെ. എല്ലാ കുട്ടികളും ദൈവിക ജ്ഞാനം നിറയട്ടെ, ദൈവ കൃപ നിറയട്ടെ. മാതാപിതാക്കൾക്ക് മക്കളെ അനുഗ്രഹിക്കാൻ സാധിക്കട്ടെ. അനുഗ്രഹിക്കാൻ, സ്നേഹിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ. കുട്ടികൾക്ക് മാതാപിതാക്കളെ അനുസരിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ. നാഥാ, കൃപ നീ ചൊരിയണമേ. ചേർന്ന് പാടാം. കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ, നാഥാ കൃപ നീ ചൊരിയണമേ. ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, നാഥാ ജ്ഞാനം നൽകണമേ. ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, നാഥാ ജ്ഞാനം നൽകണമേ. നമ്മുടെ എല്ലാ സാമ്പത്തിക
മേഖലകളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ലോകം മുഴുവനും കൂടി ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ചരിത്രം ലോകത്തിലാദ്യമാണ്. ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ പോലും ലോകം മുഴുവനും ഇങ്ങനെ ഒന്നിച്ച് ഒരു പ്രതിസന്ധിയെ നേരിട്ടിട്ടില്ല. ജോലി നഷ്ടപ്പെടുന്നു, ജോലി കിട്ടാതിരിക്കുന്നു, ബിസിനസ്സുകൾ തകരുന്നു, സാമ്പത്തിക രംഗം താറുമാറാകുന്നു. വ്യക്തിയുടെയും കുടുംബങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും രാഷ്ട്രത്തിൻ്റെയും ലോകത്തിൻ്റെയും എല്ലാ സാമ്പത്തിക സ്ഥിതി താളം തെറ്റുന്നു. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ എന്തായിത്തീരുമെന്നുള്ള ഒരു ഉത്കണ്ഠ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരെയും അലട്ടുന്നുണ്ട്. ഈ അവസ്ഥയെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈശോയോട് നമുക്ക് പറയാം, കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, ഇതാണ് ലോകത്തിൻ്റെ സാമ്പത്തിക അവസ്ഥകൾ. കർത്താവ് മുന്നോട്ട് നോക്കുമ്പോൾ പേടിയാകുന്നു. നാളെ ഭക്ഷണം കഴിക്കാൻ പോലും എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ആശങ്കകൾ ഞങ്ങളെ അലട്ടുന്നുണ്ട്. ജോലി നഷ്ടപ്പെടുമോ എന്ന പേടി ഒരുപാട് പേരെ അലട്ടുന്നുണ്ട്. ഒരു ജോലിയും കിട്ടത്തില്ലല്ലോ എന്ന് വിഷമിക്കുന്നവരുണ്ട്. വരവും ചെലവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ സ്ഥാപനങ്ങളും കുടുംബങ്ങളും ഗവൺമെൻറ്റുകളും എല്ലാം വിഷമിക്കുകയാണ്. കർത്താവേ, ഈ സാമ്പത്തിക പ്രതിസന്ധിയെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വ്യക്തിപരമായി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, ഒന്നും പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. എങ്കിലും കർത്താവേ, നിൻ്റെ അത്ഭുതകരമായ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, എത്രയും വേഗം ഈ മഹാമാരിയിൽ നിന്ന് ലോകത്തെ നീ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ നാമത്തിൽ രോഗത്തെ നീ ഈ ലോകത്തിൽ നിന്ന് നിർവീര്യമാക്കി കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും സാമ്പത്തിക രംഗം പുനരുജ്ജീവിക്കുവാൻ, സജീവമാകുവാനുള്ള വഴികളെ നീ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടബാധ്യതയിലും സാമ്പത്തിക പ്രതിസന്ധിയിലുമൊക്കെ വിഷമിക്കുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും എല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെതായ വഴികളിൽ നീ അവരുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവേശമായ ആത്മീകവും ഭൗതികമായ നന്മകൾ നിന്റെ സമൃദ്ധിയിൽ നിന്ന്, നിന്റെ സമ്പന്നതയിൽ നിന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ, പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക മേഖലകളെ, പ്രതിസന്ധികളെ, നമ്മളുടെ കടബാധ്യതയെ, ജോലിയില്ലാത്ത അവസ്ഥയെ, ജോലി നഷ്ടപ്പെടുമെന്ന ഭയത്തെ എല്ലാം നമുക്ക് സമർപ്പിക്കാം. ഈ ലോകത്തെ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. എല്ലാ സ്ഥാപനങ്ങളെയും സമർപ്പിക്കാം, തൊഴിൽ സ്ഥാപനങ്ങളെ സമർപ്പിക്കാം. കർത്താവേ, ആ സ്ഥാപനങ്ങളെ നീ അനുഗ്രഹിക്കണമേ, ഗവൺമെന്റുകളെ നീ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പറമ്പിനെയും കൃഷിയിടങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെ നീ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു തരണമേ, പുതിയ വഴികൾ തുറന്നു തരണമേ. കർത്താവേ, ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന്, അതുമൂലം ഉണ്ടാകാവുന്ന അനേക അക്രമങ്ങളിൽ നിന്ന്, കലാപങ്ങളിൽ നിന്ന്, ആത്മഹത്യകളിൽ നിന്ന്, കുടുംബ കലഹങ്ങളിൽ നിന്ന്, യുദ്ധങ്ങളിൽ നിന്ന് കർത്താവേ, ഈ ലോകത്തെ നീ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. ലോകത്തോട് നീ കരുണ രക്ഷിക്കണമേ. സാമ്പത്തിക തകർന്നു പോയ കുടുംബങ്ങളോട്, വ്യക്തികളോട്, രാഷ്ട്രങ്ങളോട് നീ കരുണ കാണിക്കണമേ. കർത്താവെ, പ്രത്യേകിച്ച് കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ബിസിനസ്സിന് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്ഥാപനത്തെ വീണ്ടും നീ അനുഗ്രഹിച്ചുയർത്തണമേ, വീണ്ടും ഒരു അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 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 കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രാർത്ഥന നൽകണേ, യാചന കേൾക്കണേ, പ്രാർത്ഥന നൽകണേ, യാചന
കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മാർപ്പാപ മുതൽ എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും അൽമായ ശുശ്രൂഷകരെയും സഭയുടെ വിവിധ മേഖലകളിൽ അടുക്കള മുതൽ അൾത്താര വരെ ശുശ്രൂഷകളെല്ലാം നമുക്ക് സമർപ്പിക്കാം. എല്ലാ ശുശ്രൂഷകരുടെ മേലും ഈ കാലഘട്ടത്തിൽ ഒരു പുത്തൻ അഭിഷേകം വ്യാപരിക്കുവാൻ, പ്രത്യേകിച്ച് ദൈവം സുവിശേഷ വേലയ്ക്കായി ദാനമായ സ്ഥാപനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങി വരുവാൻ, സഭ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളുടെ മേലും കർത്താവിൻ്റെ കരുണ വർഷിക്കുവാൻ, എല്ലാ പ്രതിസന്ധികളെയും നേരിടുവാൻ. ഇവിടെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആദിമസഭയിൽ പ്രകടമായതുപോലെ ഒരു പുതിയ പെന്തക്കോസ്ത പ്രകടമാകുവാൻ സഭയുടെ എല്ലാ സ്ഥാപനങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. എല്ലാ സന്യാസഭകളുടെ മേൽ, വൈദികരുടെ മേൽ. ഒരു പക്ഷേ നിങ്ങൾക്ക് സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില വിഷമങ്ങളും വേദനകളും ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ സഭയെ കുറ്റപ്പെടുത്തുവാൻ തോന്നുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും വേദനകളെല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് സഭയുടെ എല്ലാ മേഖലയിലും കർത്താവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരണം സംഭവിക്കുവാനും ഒരു ശക്തീകരണം നടത്തുക, അതുവഴി സമസ്ത മേഖലയിലും ജീവജലത്തിൻ്റെ നീർച്ചാൽ ഒഴുകുവാൻ, ഓരോ സ്ഥാപനത്തിന് മേലും ദൈവത്തിൻ്റെ പുത്തൻ അഭിഷേകം പ്രകടമാക്കുവാൻ, ഓരോ സ്ഥാപനത്തിന് വ്യക്തികളുടെ മേൽ അഭിഷേകം ഒഴുകി അവരുടെ ഉള്ളിൽ നിന്ന് ഈശോ പറഞ്ഞതുപോലെ എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ജീവജലം ഒഴുകും. അല്ല, ജീവജലം ഒഴുകി ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ മനുഷ്യ ഹൃദയങ്ങളെ യേശുവിലേക്ക് അടുപ്പിക്കുവാൻ, അവരാത്മാവിനെ യേശുവിന് വേണ്ടി നേടുവാൻ, സഭയിൽ ഒരു പുതിയ ആത്മീയ വസന്തം ഉണ്ടാക്കുവാൻ, സഭയുടെ മേലുള്ള തിന്മയുടെ എല്ലാ സ്വാധീനം നിർവീര്യമാക്കുവാൻ, അങ്ങനെ എല്ലാ മേഖലയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകം സഭയുടെ സമസ്ത മേഖലയിലും, പ്രത്യേകിച്ച് വൈദികരെല്ലാവരുടെ മേലും സിസ്റ്റേഴ്സിന്റെ മേലെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നേർന്ന് ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അഭിഷേകത്താൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. സകല തിന്മകളിൽ നിന്ന് സഭയെ കാത്തുകൊള്ളണമേ. സഭയെ ഉപദ്രവിക്കുന്ന അന്ധകാര ശക്തികളെ ബന്ധിക്കണമേ. ഹല്ലേലൂയ. പന്തക്കുസ്താ പുത്തൻ പന്തക്കുസ്താ വീണ്ടും പകരണമേ. പന്തക്കുസ്താ പന്തക്കുസ്താ പുത്തൻ പന്തക്കുസ്താ വീണ്ടും പകരണമേ. പന്തക്കുസ്താ പന്തക്കുസ്താ പുത്തൻ പന്തക്കുസ്താ വീണ്ടും പകരണമേ. പ്രിയമുള്ളവരെ, ഈ സമയം നമുക്ക് സ്നേഹത്തോടെ ഷാലോം മിനിസ്ട്രിയെ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഷാലോം ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്നവരെയും ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന ശുശ്രൂഷകരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിലൊന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഷാലോം ടെലിവിഷനെയും സൺഡേ ഷാലോമിനെയും ഷാലോം ട്രേഡിങ്സിനെയും പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് വീണ്ടും സമർപ്പിക്കാം. വീണ്ടും നമ്മുടെ ശുശ്രൂഷകൾ കൂടുതൽ കരുത്തോടെ, കൃപയോടെ, അഭിഷേകത്തോടെ ദൈവജനത്തിൻ്റെ മുമ്പിലെത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സാഹചര്യങ്ങൾ എത്രയും വേഗം അനുകൂലമാക്കി തീർക്കുവാൻ വേണ്ടി നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ഈ ശുശ്രൂഷയെ നമ്മുടെ ഭവനങ്ങളിലെത്തിക്കുന്ന DTH കേബിൾ നെറ്റ്വർക്കുകാർ, എല്ലാ സേവനദാതാക്കളെയും കർത്താവെ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഓരോ സ്നേഹത്തോടെ ഓർക്കാം, ലോകമെമ്പാടും ഈ നെറ്റ്വർക്കിലൂടെയാണ് നമ്മുടെ ശുശ്രൂഷ അനേക വ്യക്തികളുടെ അടുത്തേക്ക്, കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നത്. കർത്താവെ അവരെല്ലാം നീ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ ഷാലോം ശുശ്രൂഷകൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന ഷാലോം ഫീസ് ഫെലോഷിപ്പ് കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ അവരുടെ സമർപ്പണത്തെയും അവരുടെ പ്രാർത്ഥനകളെയും ഞങ്ങൾ തിരുമുമ്പിൽ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഏജന്റുമാരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബസീദ മിനിസ്ട്രിയിലെ സഹനദാസർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ശുശ്രൂഷയുമായി ചേർന്ന് നിൽക്കുന്നവർ,
ലോകമെമ്പാടും ഈ ശുശ്രൂഷ എത്തുവാൻ വേണ്ടി പ്രാർത്ഥനയിലൂടെയും പങ്കുവെക്കലിലൂടെയും ശാലോമിനു വേണ്ടി ജീവിതം സമർപ്പിച്ചു കർത്താവിന്റെ സ്നേഹത്തെ പ്രതി ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഇരുകരങ്ങളും കർത്താവിന്റെ സന്നിലേക്ക് ഉയർത്തി ഒരു നിമിഷം നമുക്ക് അവരെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങളിൽ സ്വർഗം ഇടപെടട്ടെ. അവരുടെ കണ്ണുനീരുകൾ സ്വർഗം ഏറ്റെടുക്കട്ടെ. അവരുടെ ആനന്ദങ്ങൾ വിശദീകരിക്കപ്പെടട്ടെ. അവരുടെ കുടുംബത്തിൽ ക്രിസ്തു മഹത്വപ്പെടട്ടെ. അവരുടെ പ്രാർത്ഥനകൾ സ്വർഗം തുറന്ന് അവിടുന്ന് ചായ്ച്ച് ഇറങ്ങി വന്ന് കേൾക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുന്നു ദൈവമേ, നിനക്ക് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പുതിയ അഭിഷേകത്താൽ ശലോമിനെ നിറയ്ക്കണമേ. പുതിയ കൃപാവരങ്ങളാൽ ശുശ്രൂഷകരെ ജ്വലിപ്പിക്കണമേ. ലോകത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷികളാക്കി മാറ്റണമേ. ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ആശീർവാദത്തിനായി നമുക്കിപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി മുട്ടന്മേൽ നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കുപ്പി ഏറെ ഭയഭക്തി ആദരവോടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നൽകാം. സ്വർഗത്തിൻ്റെ ഒരാശീർവാദം ഇതാ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയാണ്. നമുക്കേറെ സ്നേഹത്തോടെ ഈശോയെ സ്നേഹിച്ച് നമുക്ക് ഗാനം ആലപിച്ച് ആശീർവാദത്തെ സ്വന്തമാക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ നിത്യമഹോന്നതപ്പം നീ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ നിത്യമഹോന്നതപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ ആരാധന, 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 ജീവനേ ആരാധന, സൗഖ്യമേ ആരാധന, രക്ഷേ ആരാധന, സൗഖ്യമേ ആരാധന, സ്നേഹമേ ആരാധന, ജീവനേ ആരാധന, രക്ഷകനേ ആരാധന.
മഹ്യമേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാ മിശിഹാതൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. വരനിരയാൽ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ തുടർന്ന് പരിശുദ്ധ ദിവ്യബലിയിലേക്ക് പ്രവേശിക്കുക. ആരാധനയുടെ ആരാധന. പരിശുദ്ധ ദിവ്യബലിയിൽ നമ്മളെ തന്നെ വീണ്ടും പൂർണ്ണമായി ഈശോയ്ക്ക് നമ്മൾ സമർപ്പിക്കുക. നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും ശ്രദ്ധയോടെ, മുഴു ഹൃദയത്തോടെ, മുഴു ആത്മാവോടെ നമുക്ക് ഈ പരിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.